ഞാൻ പറയണ കാര്യം സമാധാനമായിട്ട് കേൾക്കണം. ഇപ്പം അവനൊരു കുട്ടിയെ വേണം, പക്ഷേ ദൈവം അവനായിട്ടൊരു കുട്ടിയെ കൊടുത്തിട്ടില്ല. അവർക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് വെച്ചിട്ട് നമുക്ക് കുട്ടികളുണ്ടാവുമല്ലോ ഇല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുട്ടിയെ ജന്മം നൽകി അവനങ്ങ് കൊടുക്കാം. അവനതിനെ വളർത്തുകയോ അതിനെ സ്കൂളിൽ പഠിപ്പിക്കുകയോ വലുതാക്കുകയോ കെട്ടിക്കുകയോ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കുക എന്ത് വേണമെന്ന് ചെയ്യട്ടെ. ഞാൻ ഒന്നിനും ഇടപെടാൻ പോകില്ല. അപ്പോൾ പ്രശ്നം തീരുമല്ലോ. അതാകുമ്പോൾ എന്താണ്, നമ്മുടെ സംസ്കാരത്തിനൊത്തതും കുടുംബത്തിൽ നിന്നും നമ്മുടെ രക്തത്തിൽ നിന്നുള്ള കുട്ടിയല്ലേ കിട്ടുന്നത്. അവന് വിഷമതായിരുന്നല്ലോ. ആരിപ്പോൾ അവൻ അറിയാനുള്ള ആരെങ്കിലും കുട്ടിയെ കൊടുക്കുന്നു? ഞാൻ കൊടുക്കൂടി എൻ്റെ അളിയന് വേണ്ടിയിട്ട്. എനിക്കൊരു കുഴപ്പമില്ല, അതിനെ വളർത്തിക്കോട്ട്. അതാണ് നമ്മുടെ സംസ്കാരമായിട്ട് ഒത്തുചേരും. എന്താണ് നിൻ്റെ അഭിപ്രായം? പറ. ഇതിന് മറുപടി പറയാനേ എൻ്റെ സംസ്കാരം അനുവദിക്കില്ല. വലിയ സംസ്കാരമുള്ള കുടുംബക്കാർ. ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്യാന്ന് വെച്ചാൽ ആർക്കും വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ എനിക്കെന്താ എന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നതോട് ആരും വിചാരിക്കാൻ വേണ്ട, ഞാനിത് പൊളിക്കും. അല്ല, അവിടെ ഒരു കൊച്ചു വരുന്ന നിനക്കെന്ത് എത്ര വലിയ പ്രശ്നം? എനിക്ക് കുഴപ്പമുണ്ടടാ. എന്ത് പ്രശ്നം? അതെ, ഇത് എൻ്റെ തക്കിളിമോൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട സ്വത്താ. അത് വേറൊരു കുട്ടിയും കൂടെ അനുഭവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്കെപ്പോഴും ഈ സ്വത്തിന്റെ വിചാരമല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, പിന്നെ കൊണ്ടുവരുന്ന ഒരു ആൺചെറുക്കനാണെങ്കിലേ എൻ്റെ തക്കിളിമോളുടെ ഭാവി എന്താവും? എന്റെ അളിയ അതൊരു പൊടി കൊച്ചല്ലേ അളിയ, അതൊക്കെ വളർന്നു വരാൻ സമയം എടുക്കൂലേ? ഇപ്പോഴത്തെ പുതിയ തലമുറയൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമൊന്നുമില്ല. എല്ലാം കള്ളും കഞ്ചാവും ഒക്കെയാണ്. എടേ നീ വിഷമിക്കണ്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആപ്ലിക്കേഷൻ കൊടുത്തെന്ന് പറഞ്ഞ് ഉടനെ കിട്ടത്തൊന്നുമില്ല. എടാ നമ്മുടെ മറ്റേ വിനോദ് കൊടുത്തിട്ട് 5 വർഷമായി ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നാണ് ഇപ്പൊ കനക അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ എടുത്ത് കൊടുക്കാതിരിക്കില്ലേ? ഇത് വിനോദ് കൊടുത്ത പോലെ അല്ല, ഇതിന്റെ പിന്നിൽ ആളുണ്ട്. ആര്? എന്റെ ശത്രു അമ്പിളിക്കുട്ടൻ. അവന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് അവൻ അപേക്ഷ കൊടുത്തേക്കണേ. അമ്പിളിക്കുട്ടം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും നമുക്ക് ഈ അപേക്ഷ ഓഫീസിൽ നിന്ന് പൊക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയും. അല്ലെ അപേക്ഷ പൊക്കാൻ വഴിയുണ്ട്, നമുക്ക് ആളും ഉണ്ട്. പക്ഷെ ഇച്ചിരി ചിക്കിലി ഇറക്കണം. പൈസ ഇറക്കുവോ? പൈസ പ്രശ്നമല്ല. എങ്ങനെ അപേക്ഷ പൊക്കി തരുമെങ്കിൽ പൈസ ഞാൻ പ്രശ്നമാക്കണില്ല. എങ്ങനെ പൈസ മറിയാം? പൈസ പ്രശ്നമല്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ റെഡി ആയിക്കോട്ടെ. ഓക്കെ, പൈസ റെഡിയാക്കി. ഓക്കെ, ഉറപ്പെട്ടെന്ന് വിചാരിച്ച കാര്യം നടക്കൂല്ലേ? നടക്കൂലേ? നീ എന്തോന്ന് പറഞ്ഞു? അല്ല, ഈ പറഞ്ഞ ആള് സെറ്റപ്പൊക്കെയുള്ള ആള് പൈസയൊക്കെ വാങ്ങിക്കോ? എല്ലാം വാങ്ങിക്കുന്ന ആരാളിയാ പൈസ വാങ്ങിക്കുക? തളി ഇങ്ങോട്ട് വന്നേ. കുറുപ്പേട്ടോ, കുറുപ്പേട്ടോ, കുറുപ്പേട്ടോ. ഇതാര്? നമസ്കാരം. നമസ്കാരം അൻസാറേ.